പോരാട്ടങ്ങളുടെ കഥ പറയുന്ന കടത്തനാടിൻ്റെ മണ്ണ്. ഏറെക്കാലം ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ വടകര. പക്ഷേ കഴിഞ്ഞ 2 തവണയായി വലത്തേക്ക് ചാഞ്ഞ ചരിത്രമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിനുള്ളത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെയും കർഷക സമരങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന മണ്ണാണ് വടകര. കുഞ്ഞാലിമരക്കാരുടെയും ഒഞ്ചിയം സമര പോരാളികളുടെയും ജന്മദേശം. ദേശീയ പ്രസ്ഥാനത്തെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും നെഞ്ചോട് ചേർത്ത നാട്. വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ സമരങ്ങളുടെ പോരാട്ടവീര്യമാണ് ഇന്നും കടത്തനാടിന്റെ രാഷ്ട്രീയ ഭൂമികയെ സജീവമായി നിലനിർത്തുന്നത്. മലബാറിന്റെ ഒരു ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിലും പൊതുവിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലും ഒക്കെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്ന പ്രദേശമാണ് വടകരയും വടകരയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രാമങ്ങളും. അവിടെയാണ് കേരളത്തിൻ്റെ ഒരു കർഷക പ്രസ്ഥാനം സജീവമായിട്ട് വന്നത്. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സമീപനമുള്ള രാഷ്ട്രീയം സജീവമായിട്ട് വന്നത്. അപ്പം ആ മണ്ഡലത്തിൽ പിന്നെ കോൺഗ്രസ് വളരെ സജീവമായിരുന്നു. മുല്ലപ്പള്ളിയുടെ അച്ഛനൊക്കെ അവിടെ രാഷ്ട്രീയ പ്രവർത്തന ആളുകൾ. അപ്പം അവിടെ 40കളുടെ അവസാനത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തും ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകൾ, ഇവർ തമ്മിലുള്ള വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ PR കുറുപ്പിനെ പോലുള്ള ആളുകളുടെ ലീഡർഷിപ്പിൽ സോഷ്യലിസ്റ്റുകൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷം വടകരയിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ മണ്ഡലത്തിൽ പിന്നെ കോൺഗ്രസ്സിന് ശക്തമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ഡലത്തിനകത്തുള്ള തലശ്ശേരി, അതിനിപ്പുറത്ത് പിന്നെയുള്ള ഒരു ഏഴ് മണ്ഡലങ്ങളുണ്ട്. ആ അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും സോഷ്യലിസ്റ്റുകൾക്കും ഒക്കെ തന്നെ സജീവമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. പാനൂർ പോലുള്ള പ്രദേശം. 1957 തുടങ്ങുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ KB മേനോനാണ് 2ാം ലോക്സഭയിലെ വടകരയുടെ പ്രതിനിധി. 62 സ്വതന്ത്രനായ AV രാഘവൻ വടകരയിൽ ജയിച്ചു കയറി. 1967 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അരങ്ങിൽ ശ്രീധരനെ വടകര ലോക്സഭയിലേക്ക് അയച്ചു. 1971 ഇന്ദിരാഗാന്ധിയുടെ ആശീർവാദത്തോടെ KP ഉണ്ണികൃഷ്ണൻ വടകരയിലെത്തി. തുടർച്ചയായി 6 തവണ ഉണ്ണികൃഷ്ണനെ വടകരക്കാർ ലോക്സഭയിലെത്തിച്ചു. 71ലും 77ലും കോൺഗ്രസ് പ്രതിനിധിയായാണ് അദ്ദേഹം വിജയിച്ചത്. 1980 കോൺഗ്രസ് യുവിന്റെ സ്ഥാനാർത്ഥിയായി. 84 മുതൽ 91 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് S സ്ഥാനാർത്ഥിയായി വിജയിച്ചു. കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി 1996 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും CPMലെ O ഭരതനോട് തോറ്റു. 98ലും 99ലും CPMലെ AK പ്രേമജമായിരുന്നു വടകര MP. 2004 CPMലെ P സതീദേവി 1,30,589 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലോക്സഭയിലെത്തി. എന്നാൽ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. 56,186 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ഇടതുകോട്ടയായ വടകരയിൽ മുല്ലപ്പള്ളിയുടെ അട്ടിമറി വിജയം. കേരളത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 20 നിയോജകമണ്ഡലം വടകരയാണ്. വടകര ദീർഘവർഷക്കാലം CPM ഉണ്ടായിരുന്നു. വടകരക്കാരനാണെങ്കിൽ പോലും ആകസ്മികമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. വന്ന ശേഷം വിജയിക്കണമെന്ന് എനിക്ക് വായിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വെച്ചിരുന്നു. പാർട്ടി മാനിഫെസ്റ്റോയ്ക്ക് ഓർമ്മത്തിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല എൻ്റെ ചില പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ വടകരയുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ചിട്ടാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒഞ്ചിയം രക്തസാക്ഷികളുടെ മണ്ണ്. ജനകീയ നേതാവ് TP ചന്ദ്രശേഖരൻ പിടഞ്ഞു വീണ ഇടം. അതെ, വൈകാരിക വിഷയങ്ങളും ഏറെയാണ് വടകര മണ്ഡലത്തിൽ. 2009 വടകരയുടെ ചരിത്രം മാറ്റിമറിച്ചതിനു പിന്നിൽ RMP എന്ന പാർട്ടിയുടെ പിറവിയും കാരണമായി. രക്തസാക്ഷികളുടെ ചോരയിൽ കുതിർന്ന ഒഞ്ചിയത്ത് തന്നെയായിരുന്നു TP ചന്ദ്രശേഖരന്റെ RMPയുടെ പിറവി. ഒഞ്ചിയം ഏരിയ കമ്മിറ്റിക്കു കീഴിലെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ജനതാദളിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ പാർട്ടി പ്രവർത്തകരിൽ ഉയർന്നു വന്ന വികാരമായിരുന്നു RMPയുടെ പിറവിക്കു കാരണം. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പൊട്ടിത്തെറിക്ക് വഴിവെച്ചതോടെ TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 11 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ CPM പുറത്താക്കുകയായിരുന്നു.
RMP സ്ഥാനാർത്ഥിയായി വടകരയിൽ TP മത്സരിച്ചപ്പോൾ ലഭിച്ചത് 21,821 വോട്ടുകൾ. CPM നടുങ്ങിയ നാളുകളായിരുന്നു പിന്നീട്. ഒടുവിൽ 2012 TP കൊല്ലപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഒടുങ്ങാത്ത വിവാദങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ഈ കൊലപാതകം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും TP വധം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം 3036 കുറഞ്ഞു. യുവനേതാവായ AN ഷംസീറായിരുന്നു എതിരാളി. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെങ്കോട്ടയാണ് വടകര. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും കഴിഞ്ഞ തവണ വിജയിച്ചത് ഇടതുപക്ഷം. പക്ഷേ ഈ കണക്കുകളൊന്നും കാര്യമാക്കാൻ കഴിയില്ല എന്നതാണ് വടകരയുടെ സമീപകാല ചരിത്രം. കഴിഞ്ഞ തവണ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായതാണ് ഇടതുമുന്നണിക്ക് ഇക്കുറി വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മുൻതൂക്കവും ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമാണ്. കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന കുറ്റ്യാടി, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, നാദാപുരം, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, തലശ്ശേരി എന്നീ നിയോജകമണ്ഡലങ്ങളാണ് വടകരയിലുള്ളത്. ഇതിൽ കുറ്റ്യാടിയിൽ മാത്രമാണ് UDFന് കഴിഞ്ഞ തവണ ജയിച്ചു കയറാനായത്. അതും 1157 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ. തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് ഇടതുമുന്നണിക്ക് ഏറ്റവുമധികം ഭൂരിപക്ഷം നേടാനായത്. 34,117 വോട്ടിന്റെ ഭൂരിപക്ഷം. നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളെടുത്താൽ 76,991 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കുണ്ട്. ഇതിനു പുറമെ RMPയുടെ കരുത്ത് ചോർന്നുവന്ന അവകാശവാദവും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. ഇതെല്ലാം ഇക്കുറി ഗുണം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. RMP രൂപീകരിച്ചത് 2008 2008 മുതൽ തെറ്റിദ്ധരിച്ച് RMPയിൽ പോയ ആളുകളെ തിരിച്ച് നമ്മുടെ പാർട്ടിയെ CPMലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ CPMന്റെ നേതൃത്വമാകെ അന്ന് നടത്തിയിരുന്നു. അങ്ങനെ ഏകദേശം 10 വർഷത്തോളമായി ഈ പ്രദേശത്തെ CPM നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് CPMന്റെ ഭാഗമായി മാറുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ആളുകൾ പോലും ഇപ്പോൾ CPMന്റെ ഭാഗമായി മാറുകയും CPMന്റെ പ്രവർത്തകരായിട്ട് ഇപ്പോൾ സജീവമായിട്ട് ഈ പ്രദേശത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RMPയിൽ നിന്ന് വലിയ രൂപത്തിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMലേക്ക് വലിയ രൂപത്തിലേക്കുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അപ്പോൾ RMP രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അവർ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടതുമുന്നണിക്ക് ഇത്തവണയും അടിതെറ്റുമെന്ന ഉറച്ച വിശ്വാസം RMPക്കുണ്ട്. RMP രൂപീകരിക്കുമ്പോൾ CPM പറഞ്ഞത് 6 മാസത്തെ ആഴ്ചയാണ് ഞങ്ങൾക്ക് തന്നത്. 6 മാസം മുമ്പേ RMP എന്ന് പറയുന്ന ഒരു പാർട്ടി ചിത്രത്തിലുണ്ടാകില്ല. അതുകൊണ്ട് ഇത് കേരളത്തിൽ എവിടെയും ഇന്ത്യയിൽ എവിടെയും ഈ പാർട്ടിയില്ല. ഈ പാർട്ടിക്ക് നയപരിപാടിയില്ല, നേതാക്കന്മാരില്ല എന്ന രൂപത്തിലേക്കുള്ള വലിയ അവഗണനയും വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളും വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് 11ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങൾ CPM പോലുള്ള ഒരു പാർട്ടിയുടെ ശാരീരികവും സാമൂഹികമായ ഒറ്റപ്പെടുത്തലിന് പ്രതിരോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികാരമില്ല, പവർ പൊളിറ്റിക്സ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലാതെ പണമില്ല, ബാങ്കുകളില്ല. പക്ഷേ ജനങ്ങളുടെ ശക്തി മാത്രമാണ് ഞങ്ങളുടെ പിന്നിലുള്ള ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ജനകീയമാണ്. ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന വോട്ടുകളിലാണ് NDAയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 76,313 വോട്ടുകളാണ് NDA മണ്ഡലത്തിൽ നേടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ NDAയ്ക്കായി. വോട്ട് വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യം തന്നെയാണ് ഇക്കുറിയും NDAയ്ക്കുള്ളത്. 2011 നിയമസഭാ ഇലക്ഷൻ്റെ ഇരട്ടിയിലധികം വോട്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കൊയിലാണ്ടി, തലശ്ശേരി, കൂത്തുപറമ്പൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചു. തലശ്ശേരിയിൽ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് വരെ തിരിച്ചു പിടിക്കുന്ന വലിയ മുന്നേറ്റം. കാരണം അതിന് മുമ്പേ താരതമ്യേന വളരെ കുറഞ്ഞ വോട്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ഈ തവണ എന്തായാലും അതേപോലത്തുള്ള നൈസർഗികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമെന്ന് മാത്രമല്ല, BJPക്ക് അനുകൂലമായിട്ട് രാജ്യത്തുടനീളം ഉണ്ടായി വരുന്ന അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, ഭരണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതൃത്വത്തെക്കുറിച്ച് വളരെ നല്ല മതിപ്പ്, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
തീരമേഖലയിലെയും കാർഷിക മേഖലയിലെയും പ്രശ്നങ്ങൾ പ്രധാന പ്രചാരണ വിഷയങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് UDFന്റെ പ്രധാന പ്രചാരണായുധം. എന്നാൽ ഇതിനെല്ലാം എണ്ണി പറയാൻ മറുപടിയും ഇടതുമുന്നണിക്കുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്ന നിലയിലും MP എന്ന നിലയിലും വടകരയിൽ ചലനങ്ങളുണ്ടാക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. വടകരയുടെ വികസന രംഗത്ത് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുല്ലപ്പള്ളിയുടെ കാലഘട്ടത്തിലാണെന്നാണ് UDFന്റെ അവകാശവാദം. മറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, വടകരയെ സംബന്ധിച്ചിടത്തോളം മേജർ സ്റ്റേഷൻ തലശ്ശേരി, വടകര, കൊയിലാണ്ടി, മാഹിയാണ്. ആ തലശ്ശേരി സ്റ്റേഷൻ നിങ്ങൾ നോക്കും, മാഹി നോക്കൂ. ഞാൻ വരുന്നതിന് 10 വർഷം മുമ്പേ തലശ്ശേരി വടകരയുടെ നോക്കൂ. അവിടെ ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളും ആ സ്റ്റേഷനിലുണ്ട്. മാത്രമല്ല എസ്കലേറ്റർ, അതുപോലെ ലിഫ്റ്റ് തലശ്ശേരി, എസ്കലേറ്റർ, ലിഫ്റ്റ് വടകര. പിന്നെ നിങ്ങളുടെ അടുത്താണല്ലോ കൊയിലാണ്ടി സ്റ്റേഷനിലെ മനോഹരമായ ബിൽഡിങ്ങിൻ്റെ പണി നിയറിങ് കംപ്ലീഷൻ. ഇത്രയും മുമ്പേ തുടങ്ങേണ്ടതാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ മറുപോലെ എന്ന് പറഞ്ഞ പോലെയാണ്. അത് യഥാസമയം അത് നിർമ്മാണം പൂർത്തിയാക്കാൻ എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. അത് നടക്കാതെ പോയി. മാത്രമല്ല റെയിൽവേയുടെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ സ്റ്റേഷനും അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നാദാപുരം അരീക്കരക്കുന്നിലെ BSF കേന്ദ്രം, പെരുവണ്ണാമൂഴിയിലെ CRPF കേന്ദ്രം, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രം. പേരാമ്പ്രയിലെ CRPF കേന്ദ്രം ഇപ്പോൾ അവിടെ ജംഗിൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക. പുതിയ റിക്രൂട്ട്സിന് ജംഗിൾ ട്രെയിനിങ്. കഴിഞ്ഞ ദിവസം ഞാനത് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കമാൻഡൻറ്റ് എന്നോട് പറഞ്ഞ്, സർ ദ ബെസ്റ്റ് അവൈലബിൾ ഡെൻസ് ഫോറസ്റ്റ്. ഇത്രയും നല്ല കാട് ഞങ്ങൾക്ക് കാണാൻ പോലും സാധിച്ചു. അത്രയും തിക്ക് ഫോറസ്റ്റാണ് ഇവിടെ ഉള്ളത്, വെർജിൻ ഫോറസ്റ്റ്. അപ്പോൾ ട്രെയിനിങ്ങിന് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് സക്സസ്ഫുള്ളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ BSF കേന്ദ്രം ഒരു ബറ്റാലിയനാണ് തുടങ്ങിയിരിക്കുന്നത് അവിടുത്തെ ഡെവലപ്മെൻറ്റ്. ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ വന്ന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഇവിടെ എന്താ പട്ടാള ക്യാമ്പാക്കാൻ പോകുന്നോ ഇയാൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതോടൊപ്പം തന്നെ വലിയ ഡെവലപ്മെൻ്റ് ഇവിടെ വരാൻ പോവാം. ഒരു ടൗൺഷിപ്പായിട്ട് മാറും. ഗതാഗത സൗകര്യം ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഓവറോൾ സെക്യൂരിറ്റി ഓഫ് ദി ഏരിയ അതുണ്ടാകും. പിന്നെ ആശുപത്രി ഉണ്ടാകും. പിന്നെ അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം വന്നു കഴിഞ്ഞാൽ 25% ഓഫ് ദി അവിടുത്തെ സ്റ്റുഡൻസ് അത് ലോക്കലായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ വികസനമേ ഇല്ലാത്ത 10 വർഷമാണ് കടന്നുപോയതെന്ന് ഇടതുമുന്നണി കുറ്റപ്പെടുത്തുന്നു. പെരുവണ്ണാമൂഴി വലിയ ഒരു CRPF ക്യാമ്പ് സ്ഥലം വിട്ട് കിട്ടിയാൽ CRPF ക്യാമ്പും അതിനോടനുബന്ധമായി സെൻട്രൽ സ്കൂള്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒട്ടനേകം പദ്ധതികൾ അവിടെ കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഏതാണ്ട് 50 ഏക്കറിലധികം ഭൂമിയാണ് ഇറിഗേഷൻ്റെ കൈവശമുണ്ടായിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് വിട്ടുകൊടുത്തത്. പക്ഷേ ആ പ്രഖ്യാപനമല്ലാതെ ആ ഭൂമി ഏറ്റെടുക്കുകയും ആ പ്രഖ്യാപനം നടത്താനും അദ്ദേഹം അവിടെ ഒരു തുറന്ന വാഹനത്തിൽ കേന്ദ്രമന്ത്രിയായിരിക്കെ വന്ന് സഞ്ചരിച്ചു. അതിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ ഈ ഭൂമിയോടൊപ്പം ചേർന്നിട്ട് വഴിയോരത്ത് റോഡ് സൈഡിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതും എന്നിട്ട് ആളുകൾ ഇയാളെ വരവേൽക്കുന്നതെല്ലാം. ആ ബോർഡിൻ്റെ മേലെ അവിടെ കാക്കയും മറ്റ് പക്ഷികളും കാട്ടിച്ച് വൃത്തികേടാക്കിയത് കാണാൻ കഴിയും. ഈ മണ്ഡലത്തിലാകെ വലിയ രൂപത്തിലേക്കുള്ള വികസന പിന്നോക്കാവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ 10 വർഷം വടകര വികസനത്തെ കാര്യത്തിൽ വലിയ രൂപത്തിൽ പുറകോട്ടടിക്കുകയാണ്. രണ്ടാമത്തത് MP-യുടെ അസാന്നിധ്യമാണ്. ഇവിടെ വലിയ പ്രശ്നം, ജനങ്ങൾ ഓക്കി പോലെയുള്ള ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. ജനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ ആ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവനാണ് ജനപ്രതിനിധി. ആ പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും മറന്ന് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഈ കഴിഞ്ഞ 10 വർഷമായി ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നാൽ വികസന വിരുദ്ധരുടെ വാക്കുകളാണിതെന്നാണ് മുല്ലപ്പള്ളിയുടെ മറുപടി. കടലാക്രമണം ഉണ്ടായ സമയത്ത് പോലും ഓടിയെത്തവനാണ് ഞാൻ മന്ത്രിയായിട്ട് 6 മാസം മുമ്പാണ് ആദ്യത്തെ വലിയൊരു കടലാക്രമണം വടകരയുണ്ടായത്. എല്ലാ പ്രദേശത്തും മന്ത്രിയായി ഞാൻ, മന്ത്രി എന്നുള്ളത് നോക്കണ്ട, ജനപ്രതിയായി ഞാൻ, വടകരക്കാരനാണ് ഞാൻ. സകല സ്ഥലത്തും പോയിട്ട് സമാശ്വാസം അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഞാൻ. കടൽ ഭിത്തി എടുക്കുക, കടലാക്രമണം പറഞ്ഞുകൊണ്ട് പറയാം. വടകരയിൽ കാണുന്ന കടൽ ഭിത്തി പോലും ഞാൻ കൊണ്ടുവന്ന ആർക്കും ഒന്നും അവകാശപ്പെടാൻ സാധിക്കില്ല. എൻ്റെ പഞ്ചായത്ത്, അഴിയൂർ പഞ്ചായത്ത് ടോട്ടലായിട്ട് കടൽ ഭിത്തി കെട്ടിട്ട് പോയി നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഒന്നും ചെയ്യാത്ത ആളുകൾ മറന്നു കിടന്ന് മേലോട്ട് തുപ്പിക്കഴിഞ്ഞാൽ എനിക്കെന്ത് പറയാനാണ്? ഒന്നും ചെയ്യാത്തവർ, വികസനം എന്താണെന്ന് അറിയാത്ത ആളുകൾ, വികസനത്തിൽ ബാലപാഠം പഠിക്കണം, എൻ്റെ അടുത്ത് വരാൻ പറ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കി കാലത്ത് കണ്ടില്ല, ഓക്കി ഉണ്ടായിട്ടില്ല സാർ.
അതുപോലെ ഇങ്ങനെ അജ്ഞരായിട്ടുള്ള ഒരാളുകൾ വടകരയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പറ്റിയല്ലോ. എൻ്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനം വരുന്നു. വായിക്കുന്നവർ, ചിന്തിക്കുന്നവർ, പ്രബുദ്ധരായ ആളുകൾ, വളരെ പ്രൗഢമായിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ആളുകൾ വടകരയിലെ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ വിവരം കെട്ടക്കറി ഇങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കും. ഐ എം സോറി ഫോർ ദം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രവർത്തനങ്ങൾക്ക് RMPയും മുഴുവൻ മാർക്ക് നൽകുന്നുണ്ട്. മുല്ലപ്പള്ളി ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ടാണ് CPM കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം CPM ഉൾപ്പെടെയുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ സദൃഢമായ ബന്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 3 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ച ഘട്ടത്തിൽ അതിലൊന്ന് ഇടതുപക്ഷ പിന്തുണയോട് ജയിച്ച KP ഉണ്ണികൃഷ്ണൻ വടകരയിലായിരുന്നു 15,000 വോട്ടിൽ. മറ്റൊന്ന് കോട്ടയത്ത് സുരേഷ് കുറുപ്പും, മറ്റൊന്ന് തമ്പാൻ തോമസും, 3 പേർ ഒരു ഘട്ടത്തിൽ ഇവിടെ വിജയിച്ചു. അപ്പം അത്രയും കരുത്തുള്ള, അത്രയും രക്തസാക്ഷി ഗ്രാമങ്ങൾ, അത്രയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടുള്ള വടകരയിൽ 1,32,000 വോട്ടിന് വെന്നിക്കൊടി പാറിച്ച സതീദേവി എന്ന് പറയുന്ന വനിതാ നേതാവിനെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 55,000 വോട്ടിന് പരാജയപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ സ്വാധീനം ചെറുതല്ല. CPM മുല്ലപ്പള്ളി എതിർക്കുക എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി CPMൻ്റെ പുറഞ്ചൊറിയൽ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും നിൽക്കാത്ത നേതാവാണ്. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഉറപ്പിക അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് CPMന് പോലും പറയാൻ കഴിയാത്ത ഈ നാട്ടുകാരാണ് മുല്ലപ്പള്ളിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ പഞ്ചായത്തുകാരാണ് മുല്ലപ്പള്ളി. അതുകൊണ്ട് മുല്ലപ്പള്ളിയെ ഒരാൾക്ക് വടകര മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആടുവം എന്ന് വേണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മുല്ലപ്പള്ളിയെ വിശേഷിപ്പിക്കാം. സ്വാതന്ത്ര്യ സമരത്തോട് ഒപ്പം നിന്ന കുടുംബം. കാസർഗോഡ് ഇരട്ടക്കൊലപാതകവും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇടത് സർക്കാരിന്റെ കാലത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകും. ഏറ്റവും കൂടുതൽ തീരമേഖലയുൾപ്പെടുന്ന മണ്ഡലം കൂടിയായതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കാർഷിക വിളകളുടെ വിലത്തകർച്ചയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. മേഖല, നാളികേരം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിലക്കുറവ്, അതുപോലെ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങളെ സംബന്ധിച്ച് ഒക്കെ വലിയ പ്രതിസന്ധി ഈ കേരളത്തിൻ്റെ വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും സ്വകാര്യമായെങ്കിലും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പിണറായി സർക്കാരിൻ്റെ 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ 20 രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായി. അതിൽ 14 പ്രതിസ്ഥാനത്ത് CPM ആണ്, 4 SDPI, 2 RSS. ഏത് പാർട്ടിയെ എടുത്ത് പരിശോധിക്കുമ്പോഴും CPM കുറയാത്ത പാർട്ടി കേരളത്തിലില്ല. അത് RMP ആയാലും ജനതാദളായാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും SDPI ആയാലും RSS ആയാലും ഒരു ഭാഗത്ത് അക്രമങ്ങളുടെ ഈ കത്തി പ്രയോഗിക്കുന്നത് CPM ആണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇതിനെല്ലാം വരും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല, സാമൂഹ്യമായ ഒറ്റപ്പെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നാനാമുഖങ്ങളുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും ജനങ്ങൾ അഭിമുഖിക്കുമ്പോൾ അതിൻ്റെ മേലെയാണ് രാഷ്ട്രീയ എതിരാളികളെ അരിഞ്ഞു തള്ളുന്ന ലോകത്തൊരിടത്തും കാണാത്ത അങ്ങേയറ്റത്തെ കാടത്തപൂർണ്ണമായ ഒരു സമീപനം CPM ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ ജനവികാരമുണ്ടാകും. ഇപ്പോൾ പെരിയയിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനെടുത്തത് അതിൽ CPMന് എന്ത് ന്യായീകരണമുണ്ട്? എന്ത് ന്യായീകരണം പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ അത് ബോധ്യപ്പെടാൻ കഴിയുന്നതാണ്. സാമുദായിക സമവാക്യങ്ങൾ ഇക്കുറി തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ വോട്ടുള്ള മണ്ഡലം കൂടിയാണ് വടകര. ഇക്കുറി SDPIയും മത്സരരംഗത്തുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നതും പ്രധാനമാണ്. ശക്തരായ മതേതര പാരമ്പര്യമുള്ള മുല്ലപ്പള്ളിയെപ്പോലെ അത്തരം കാര്യങ്ങൾ ഉറച്ച നിലപാടുള്ള ഒരാളല്ല വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകളിൽ ഒരു അടിയൊഴുക്കുണ്ടാവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ മതേതര പ്രതിച്ഛായയുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവർ കാണാനിടയുള്ള സംഗതി. അതിൽ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് കുറേ ശക്തരും കാര്യങ്ങൾ കർശനമായ നിലപാടെടുക്കുകയും അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പരിധി വരെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിന് ആകർഷിക്കാൻ കഴിയും. അപ്പോൾ 2 ഘടകങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഈഴവ തീയ വോട്ടുകളിൽ ഒരു ഒഴുക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനൊരു വലിയ പരിധി വരെ പോകാനിടയുള്ളത് സംഘപരിവാരത്തിൻ്റെ കാൻഡിഡേറ്റിൻ്റെ ഭാഗത്തേക്കായിരിക്കും. അതേസമയത്ത് മുസ്ലിം വോട്ടുകളിൽ നേരത്തെ ഇടതുപക്ഷത്തിന് കിട്ടിയ തരത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇക്കുറി കടുത്ത പോരാട്ടം തന്നെയാണ് വടകരയിൽ ഉണ്ടാവുകയെന്നത് ഉറപ്പ്. 10 വർഷമായി കൈവിട്ടുപോയ വടകര തിരികെ പിടിക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് ഇടതുമുന്നണി. MP വീരേന്ദ്രകുമാറും കൂട്ടരും മടങ്ങിയെത്തിയത് അനുകൂല ഘടകമായി അവർ കണക്കുകൂട്ടുന്നു. പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റുകൾക്ക് ശക്തിയുള്ള വടകര, കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇക്കുറി ഇറക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ മത്സരിപ്പിക്കാൻ പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട്. അവസാന നിമിഷം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ
ജയരാജൻ വടകരയിലിറങ്ങും. ജയരാജനെ നേരിടാൻ കരുത്തനായ നേതാവിനെ തന്നെ ഇറക്കണമെന്ന ആവശ്യം UDF-ൽ ഉയർന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ആയതിനാൽ ഇക്കുറി മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പകരം ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെ വെള്ളം കുടിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ വടകരയിൽ പരിഗണിക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ പേരും സജീവമാണ്. RMP സ്ഥാനാർത്ഥിയായി KK രമ വരികയാണെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യവും UDF ആലോചിക്കുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ കണക്കിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളുമെല്ലാം ചിലപ്പോൾ ഫലം വരുമ്പോൾ അപ്രസക്തമാകും. അങ്ങനെയൊരു ചരിത്രമുള്ള മണ്ഡലം കൂടിയാണ് വടകരയെന്ന് വരുമ്പോൾ പ്രത്യേകിച്ചും. ഇടതുമുന്നണിക്ക് വടകര പിടിക്കുക എന്നത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. മണ്ഡലം നിലനിർത്തുക എന്നത് UDF-ന്റെ അഭിമാന പ്രശ്നവും. രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പൂഴിക്കടകൻ പയറ്റി അന്തിമ വിജയം ആര് നേടുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം.